പൊന്നാനി തീരദേശത്തെ റോഡുകൾക്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്നാരോപിച്ച മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അനുവദിച്ച 1.5 കോടി രൂപ ഈഴവത്തുരുത്തി കുറ്റിക്കാട് കുമ്പളത്തുപടി റോഡ് നവീകരിക്കുവാൻ വേണ്ടി വകമാറ്റി ചിലവഴിച്ചു എന്നാരോപിച്ചാണ് നിവേദനം നൽകിയത്. കർമ്മ റോഡിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണെന്ന ഉത്തരവാണ് നൽകിയതെങ്കിലും കർമ്മ റോഡുമായി ഒരു ബന്ധവുമില്ലാത്ത കുറ്റിക്കാട് റോഡിനാണ് ഫണ്ട് അനുവദിച്ചത്. തീരദേശ മേഖലയിലെ ഒട്ടേറെ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ തകർന്നു കിടക്കുമ്പോഴാണ് തീരദേശ മേഖലയ്ക്ക് അനുവദിച്ച 1.5 കോടിയോളം രൂപ വകമാറ്റി ചിലവഴിക്കുവാൻ തുറമുഖ വകുപ്പ് ഭരണാനുമതി നൽകിയത്. പൊന്നാനി തീരദേശ മേഖലയിൽ ഗവൺമെൻറ് പാസ്സാക്കിയ 22 കോടി രൂപ തീരദേശ മേഖല റോഡുകൾ നേരാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫണ്ട്. ആ ഫണ്ട് ഇവിടെ കാപ്പിൽക്കാട് തൊട്ടിട്ട് പൊന്നാനി അഴീക്കൽ വരെ 18ഓളം റോഡ് പൊളിഞ്ഞെടുക്കുന്നു. ഭാഗികമായിട്ട് 8ഓളം റോഡ് പൊളിഞ്ഞെടുക്കുന്നു. ആ റോഡിനൊന്നും ചിലവാക്കാതെ ഒരു ഫണ്ട് രൂപ ഇറക്കാതെ ഈ കുമ്പളത്ത് റോഡിൽ 1,48,00,000 രൂപ ചിലവാക്കാൻ വേണ്ടി ഇവിടുത്തെ എഞ്ചിനീയർ വിഭാഗം ഓഫീസ് നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് ഇവിടുത്തെ പാസ്സായ ഫണ്ട് തിരിമറിച്ച് അവിടെ ചിലവാക്കാൻ കട്ട് മുടിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുള്ളതിൻ്റെ എതിരെ അനാസ്ഥയ്ക്കെതിരെ ഈ വന്ന ഈ വകമാറ്റലിനെതിരെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി അവിടെ എത്തിയത്. അത് ശക്തമായ പ്രതിഷേധം എന്ന് അവിടെ ഞങ്ങൾ കാഴ്ചവെച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാവിയിൽ ഞങ്ങൾ പുറത്തെടുക്കും. ഈ ഫണ്ട് തിരിച്ചു പിടിക്കാൻ തന്നെ വേണം. എന്താണ് തീരദേശ റോഡുകളുടെ ഡെഫിനിഷൻ? അതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ അവർ കേൾക്കാൻ തയ്യാറായില്ല. റോഡുകൾ 90% കടൽ തീരത്തെ ഹൈ വാട്ടർ വേലിയേറ്റത്തിൻ്റെ രേഖയിൽ നിന്ന് 8 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുന്ന കിഴക്കോട്ട് പോകുന്നത്, കേരളത്തെ സംബന്ധിച്ച് കിഴക്കോട്ട് പോകുന്ന റോഡുകളെല്ലാം തീരദേശ റോഡുകളുടെ പരിധിയിൽ വരുന്നതാണ്. കായൽ തീരങ്ങളിൽ നിന്നും നദികളിൽ നിന്നും 5 കിലോമീറ്റർ ഉള്ളിൽ പോകുന്ന 5 കിലോമീറ്റർ ദൂരെ വരുന്ന റോഡുകളും അവിടെ ഫിഷറീസ് ഇൻലാൻഡ് ഫിഷറീസ് ഉള്ളതുകൊണ്ട് അതും തീരദേശ റോഡുകളുടെ ഡെഫിനിഷനിൽ വരുന്നതാണ്, നിർവചനത്തിൽ വരുന്നതാണ്. പിന്നെ വരുന്ന ഫിഷർമെൻ കോളനികൾക്കുള്ള റോഡ്, ഫിഷർമെൻ കോളനി എവിടെയുണ്ടോ അവിടെയുള്ള റോഡുകളും ഈ തീരദേശ റോഡുകളിൽ പെട്ടതാണ്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എച്ച് കബീർ, ജില്ലാ ജനറൽ സെക്രട്ടറി എം മൊയ്തീൻ, എസ് മുസ്തഫ, അഷ്കർ പുതുപൊന്നാനി, യു മനാഫ്, ബാഷ അഴീക്കൽ, എച്ച് മനാഫ്, പി അറാഫത്ത്, സി സമീർ, കലീൽ, കെ ബഷീർ എന്നിവർ നേതൃത്വം നൽകി. അതേസമയം ഹാർബർ ഫണ്ട് വിനിയോഗിക്കുന്നതിന്റെ കാര്യങ്ങൾ അറിയാതെയാണ് സമരം നടത്തിയതെന്ന് പി നന്ദകുമാർ MLA പറഞ്ഞു. കടലോരത്തുള്ള ആൾക്കാരുടെ ഫണ്ട് തട്ടിപ്പറിച്ചിരിക്കുകയാണ് എന്ന രൂപത്തിലേക്കുള്ള പ്രചരണം ഇവിടെ കണ്ടിരിക്കുന്നത്. പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറയേണ്ട വിവരക്കേട് കാണിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഒരു നഗരസഭയോ പഞ്ചായത്തോ കടലോരമുണ്ടെങ്കിൽ ആ കടലോരത്തിലുള്ള പഞ്ചായത്തിനും നഗരസഭയ്ക്കും അനുവദിക്കപ്പെടുന്ന ഫണ്ടാണത്. പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ ഈ റോഡിന് ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പച്ച മലയാളം. ഈ പ്രദേശത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, അതിന് ഫണ്ട് അനുവദിക്കാൻ പാടില്ല. അതിന് നഗരസഭ ഈ ഫണ്ട് കൊടുക്കുമ്പോൾ അത് കടലോര മേഖലയെ അവഗണിച്ചു എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഈ കടലോര മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ 2.5 വർഷക്കാലത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് എന്ന കാര്യം ഇവർ വിസ്മരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ച് അവർക്ക് വേണ്ടിയിട്ടാണ്. 24.5 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ വരുന്നത്. 24.5 കോടി രൂപ. അതിൻ്റെ മഹാഭൂരിപക്ഷം ടെൻഡറും കഴിഞ്ഞു, പ്രവർത്തനം ആരംഭിച്ച് പലതിനെ സംബന്ധിച്ചിടത്തോളം. വളരെ വൈകാതെ തന്നെ മത്സ്യഗ്രാമം 7 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് വരാൻ പോകുന്നത്. മത്സ്യഗ്രാമം നമുക്ക്